നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ത്യാഗത്തിന്റെയും പ്രത്യാശയുടെയും ഓർമ്മകൾ സമ്മാനിച്ച് ഈസ്റ്റർ നാളെ. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണ പുതുക്കി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നു. കഷ്ടതകളും പീഡനങ്ങളും ഒന്നിന്റെയും അവസാനമല്ല. സത്യത്തിന്റെ വിജയത്തിന്റെ ദിനങ്ങൾ ഇതാ വരുന്നു എന്ന് മനുഷ്യരാശിയെ ഉദ്ബോധിപ്പിക്കുന്നതാണ് ഈസ്റ്ററിന്റെ സന്ദേശം. എല്ലാവർക്കും ആൽഫ ഡെയിലി ന്യൂസിന്റെ ഈസ്റ്റർ ദിനാശംസകൾ. പാലിയേറ്റീവ് പരിചരണം സൗജന്യമായി നൽകുന്നതിന് രോഗി പരിചരണ സ്പോൺസർഷിപ്പുകൾ സമാഹരിക്കുന്നതിനായി ആൽഫ പാലിയേറ്റീവ് കെയർ വർഷം തോറും നടത്തിവരുന്ന പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ആൽഫ നടപ്പിലാക്കുന്ന സോഫ്റ്റ്വെയറിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും നടത്തുന്ന ഓൺലൈൻ യോഗം ഏപ്രിൽ 7 വ്യാഴാഴ്ച 7:30 നടത്തും. ആൽഫ ട്രസ്റ്റി രവി കണ്ണമ്പിള്ളിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന യോഗത്തിൽ എല്ലാ സെന്റർ ഭാരവാഹികളും സെന്ററുകളിൽ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരും പങ്കെടുക്കണമെന്ന് ഗവേണിംഗ് കൗൺസിലിന് വേണ്ടി കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ അറിയിച്ചു. ആൽഫ എടത്തിരുത്തി ലിങ്ക് സെന്ററിന്റെ മാസാന്ത്യ അവലോകന യോഗം നടത്തി. പ്രസിഡന്റ് പ്രതാപൻ മേനോത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെന്റർ സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ സ്വാഗതം പറഞ്ഞു. പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിന്റെ പ്രവർത്തന പുരോഗതി യോഗം ചർച്ച ചെയ്തു. ലിങ്ക് സെന്ററിന്റെ സ്റ്റാഫ് സിജിക്ക് യാത്രയയപ്പ് നൽകി. ഏപ്രിൽ അവസാനത്തോടെ മുഴുവൻ കൂപ്പണുകളും വിറ്റഴിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.